വേലയും കൂലിയും ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞു നടക്കുകയായിരുന്നു ഗോപിയും അവന്റെ സുഹൃത്ത് മൽഘോഷും. സ്വന്തമായി ചിന്തിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്ര രാഷ്ട്രീയക്കാരനായിരുന്നു അവൻ. അമ്മയുടെ അധ്വാനം കൊണ്ട് കഴിയുന്ന ഗോപി ജോലിക്കൊന്നും പോകാതെ ക്രിക്കറ്റും കളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിതം പാഴാക്കുകയായിരുന്നു. ഗ്രാമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വർഗീയമായി ചേരിതിരിവുണ്ടായിരുന്നു. ഒരു ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ചില മുസ്ലിം കുട്ടികളെ അവർ പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുകയാണെന്ന് ഗോപിയും മൽഘോഷും തെറ്റിദ്ധരിക്കുന്നു. ദേഷ്യം വന്ന മൽഘോഷ് അവർക്ക് നേരെ ഒരു ബോംബ് എറിയുകയും സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോപി വിദേശത്തേക്ക് പോകുന്നു. അവിടെ ഒരു മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കുന്ന ജോലിയാണ് അവന് ലഭിക്കുന്നത്. അവിടെ അവന്റെ സൂപ്പർവൈസർ ഒരു പാകിസ്ഥാൻകാരനായിരുന്നു. പാകിസ്ഥാനികളോടുള്ള വെറുപ്പ് കാരണം ഗോപി ആദ്യം അയാളെ ശത്രുവായാണ് കണ്ടിരുന്നത്. ഗോപിക്ക് കൊറോണ ബാധിച്ചപ്പോൾ അയാൾ അവനെ വളരെയധികം പരിചരിക്കുകയും അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി നൽകുകയും ചെയ്തു. ഇത് ഗോപിയുടെ ചിന്താഗതിയെ മാറ്റുകയും അവർ തമ്മിൽ ഒരു വലിയ സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു. മത തീവ്രവാദികൾ തന്റെ മകനെ കൊലപ്പെടുത്തിയ കഥ അയാൾ ഗോപിയോട് പറയുന്നു. തീവ്രവാദികൾ എല്ലാ മതത്തിലും ഉണ്ടെന്ന്, എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലെന്നും ഗോപി തിരിച്ചറിഞ്ഞു. നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ കൊറോണ ബാധിച്ച് ആ പാകിസ്ഥാൻകാരൻ മരുഭൂമിയിൽ വെച്ച് മരണപ്പെടുന്നു. അയാളുടെ ആഗ്രഹപ്രകാരം മകൾ ദുവയെ കാണാൻ ഗോപി പാകിസ്ഥാനിലേക്ക് പോകുന്നു. അവിടെ തീവ്ര ചിന്താഗതിക്കാരായ ബന്ധുക്കൾ ദുവയുടെ വിദ്യാഭ്യാസം തടയാൻ ശ്രമിക്കുന്നത് ഗോപി എതിർക്കുന്നു. തന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം നന്നായി പഠിക്കണമെന്ന് ഗോപി ദുവയെ ഉപദേശിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള UN ഗ്ലോബൽ അംബാസിഡറായി ദുവ മാറുന്നു. നാട്ടിലെ വർഗീയ ചിന്തകളെല്ലാം വിടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി ഗോപി മാറുന്നു.